എല്ലാ ദിവസവും നിൽക്കാതെ ഓടുന്ന വണ്ടിയാണ്. അത്യാവശ്യം സ്ഥിരം യാത്രക്കാർ തന്നെയാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഒന്ന് ഇവർക്ക് കംഫർട്ടാണ്, യാത്ര സുഖമാണ് വണ്ടി. മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ AC വണ്ടികൾ കളക്ഷനുള്ള വണ്ടി ഈ വണ്ടിയാണെന്ന് തന്നെ പറഞ്ഞതായി കണ്ടിട്ടുണ്ട്. കുറേ കാലമായി നമ്മുടെ ചർച്ചകളിൽ നിന്നെല്ലാം അകന്നു നിന്ന ഒരാളെ കാണാൻ വന്നതാണ് ഇന്ന് കോഴിക്കോട്. മുഖ്യമന്ത്രി കേരളം മുഴുവൻ യാത്ര നടത്തിയ നവകേരള ബസ്സിനുള്ളിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. എവിടെ നവകേരള ബസ് എവിടെ? ഇപ്പോൾ മ്യൂസിയത്തിൽ കൊണ്ടുവച്ചോ എന്നൊക്കെ വലിയ ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബസ്സിനെ തേടി ഒരിക്കൽ കൂടെ ഞങ്ങൾ എത്തിയത്. കോഴിക്കോട് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് അത്യാവശ്യം സ്ഥിരം യാത്രക്കാർ തന്നെയാണ് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. ഒന്ന് ഇവർക്ക് കംഫർട്ടാണ്, യാത്ര സുഖമാണ് വണ്ടി. ഈ വണ്ടി വന്ന അന്ന് മുതൽ ഞാൻ തന്നെയാണ് ഈ വണ്ടിയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് വിവാദങ്ങളൊക്കെ കഴിഞ്ഞ് ഓടാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോടെ. വിവാദം തുടങ്ങുന്നതിന് മുന്നേ വണ്ടി കോഴിക്കോട് വന്ന അന്ന് മുതൽ ഞാൻ തന്നെയാണ് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് കിടക്കുന്നത്. ഞാൻ തന്നെയാണ് വണ്ടി ഇവിടെ റെസ്റ്റ് ഇല്ലാതെ വരുന്ന വണ്ടി തന്നെയാണ്. രാവിലെ 8:25 കോഴിക്കോട് നിന്നും രാത്രി 10:25 ബാംഗ്ലൂരിൽ നിന്നും ഇങ്ങോട്ടും വരും. അത് ഫോറസ്റ്റ് പാസ് ചെയ്തിട്ടാണ് വണ്ടി വരുന്നത്. ശരാശരി 55,000 എട്ടാണെന്ന് തോന്നുന്നു അവർ ഇപ്പോഴത്തെ കളക്ഷൻ. മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ AC വണ്ടികൾ കളക്ഷനുള്ള വണ്ടി ഈ വണ്ടിയാണെന്ന് തന്നെ മന്ത്രി തന്നെ പറഞ്ഞതായി കണ്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് യാത്രക്കാരുണ്ട്. ഇപ്പം നോമ്പായതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആൾ കുറവുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രക്കാർ, അത്യാവശ്യ യാത്രക്കാർ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്നവർക്ക് നല്ല ആരും ഒരു പരാതി പറയാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, ഇളക്കണ്ട്, കുടുക്കണ്ടെന്നൊന്നൊരു പരാതിയും ഇതിലെ വന്നിട്ടില്ല. ഈ ആൾക്കാർ ഇവിടെ വണ്ടി യാത്ര ചെയ്തിട്ട് അവിടെ ബാംഗ്ലൂരിൽ എപ്പോഴാണ് രാത്രി ഇങ്ങോട്ട് നിന്നാണ് ചോദിക്കുന്ന ആൾക്കാർ. മെയിൻ്റനൻസ് വളരെ കുറവാണ്, മറ്റു വണ്ടിനെ അപേക്ഷിച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇതിന് ഇപ്പം 3,30,000-40,000 അടുത്തോളം വണ്ടി ഓടിയിട്ടുണ്ട്. ഓടിയിട്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ ഇതിൻ്റെ ബാക്കിൽ ലൈനർ അടിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ ലൈനർ അടിക്കാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകണം. അങ്ങനെ വലിയൊരു കംപ്ലൈൻറ്റോ അങ്ങനെയൊന്നും ഇല്ല വണ്ടിക്ക്. വണ്ടി ഇവിടെ തന്നെ വന്ന് 5:30 വന്ന് 5:45 എത്തി രാവിലെ 8:30 തിരിച്ചു പോവുക. അപ്പോൾ അത്രയും അത് ഇവിടുത്തെ മെക്കാനിക്കാണെങ്കിൽ അതെന്തെങ്കിലും ചെറിയ എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അന്നേരം കഴിച്ച് വണ്ടി തരുന്നുണ്ട്. ഇന്ന് 2 മണി 2.5-3 മണിക്കൂറോളം ബാംഗ്ലൂരിൽ റെസ്റ്റ് ഉണ്ട്. ബാംഗ്ലൂരിന് റെസ്റ്റ് ഉള്ളൂ വണ്ടി തണുക്കാനുള്ള. വണ്ടിൻ്റെ കണ്ടീഷൻ നല്ല കണ്ടീഷൻ ആയതുകൊണ്ടാണ് തീരെ റെസ്റ്റ് ഇല്ലാതെ ഓടിയിട്ട് വണ്ടി ഇപ്പം 3 വർഷത്തോളമായി വണ്ടി ഇറങ്ങിയിട്ട്. ഇവിടെ തന്നെ 3 ലക്ഷം കിലോമീറ്ററായി വണ്ടി ഓടുന്നു. 3 ലക്ഷത്തിന് മേലെയായി കിലോമീറ്റർ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ നവകേരള ബസ്സിൻ്റെ വിശേഷങ്ങൾ. ഇവൻ കട്ടപ്പുറത്തൊന്നുമല്ല ഉള്ളത്, അതുപോലെ മ്യൂസിയത്തിലുമല്ല. വളരെ സജീവമായി പഴയത്തേക്കാൾ കൂടുതൽ ചുള്ളനായി ഇപ്പോഴും ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും കൂടുതൽ യാത്ര നടത്താൻ ഈ ബസ്സിന് സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്.